കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ കല്ലുമോനും ഉണ്ട്. ഈ സമയം കിരൺ കല്ലുമോനോട് പറഞ്ഞു, അതെ അമ്മയുടെ മടിയില് ചേർന്ന് പറ്റിച്ചേർന്നിരുന്നോട്ടോ, ഇന്നൊരു ദിവസം കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. നാളെ കഴിയുമ്പോഴത്തേനും കണ്ടല്ലോ അമ്മ ഇവിടുന്ന് സ്റ്റാൻഡ് വിടുക, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മ തിരികെ വരുവുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും കല്യാണിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. കല്യാണ സങ്കടത്തോട് പറഞ്ഞു, അപ്പൊ ഒരാഴ്ച കൊണ്ട് അച്ഛനും മോനും എന്നെ മറന്നുപോലെ എന്ന് ചോദിക്കുക. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ കല്യാണി, ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു യുഗം പോലെ തന്നെ ആയിരിക്കും തോന്നുന്നത്. കല്യാണി പറഞ്ഞു, ഞാൻ അവിടെയാണെങ്കിലും എന്റെ മനസ്സ് എപ്പോഴും നിങ്ങളോടൊപ്പം ആയിരിക്കും എന്ന് പറയാ. ഈ സമയം കല്ലുമോൻ മടി കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കിരൺ പറഞ്ഞു, അല്ല നിനക്കറിയാവോ, സാധാരണഗതിയില് പെൺമക്കളെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത സങ്കടമായിരിക്കും. പിന്നെ അവരിടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന അവർക്കൊരു ആശ്വാസം. കാരണം എന്താ, അത്രമാത്രം അവരവരെ സ്നേഹിക്കുന്നുണ്ട് പെൺമക്കൾ. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിൽ വന്നു കഴിയുമ്പോഴായിരിക്കും ഒരു സമാധാനം കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയല്ലേ നീ പറഞ്ഞേ, കാരണം എവിടെയൊക്കെ പോയാലും ഇവിടെ വന്നു കഴിയുമ്പോഴേ നിനക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറയണ. കല്യാണി പറഞ്ഞു, അതത്രേ ഉള്ളൂ. ഇന്ന് വരെ ഞാൻ കിരണേട്ടനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കിരണേട്ടനെ പിരിഞ്ഞിരിക്കാൻ പോകുന്നത്. അതോർത്തിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാന്ന് പറയാം. അതോർത്ത് എന്റെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും ഉണ്ടാവില്ല, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് കോമ്പറ്റീഷൻ ഉഴപ്പാനും നോക്കരുത്. ഇതേ ഫസ്റ്റ് പ്രൈസ് വാങ്ങണം, നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ വിജയിച്ചോ തിരിച്ചു വരാവുള്ളൂ എന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാന്ന് പറയണം. എന്നാ കിടന്നോളാൻ പറയാണ്. പിന്നീട് കാണിക്കുന്നേ രാഹുൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, നാളെ രൂപേനെ പോലെ രാവിലെ തന്നെ പോയി കാണണം, കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയണം, എത്രയും പെടുന്ന തീരുമാനം എടുക്കണം. ആ ചന്ദ്രസേന്റെ കാര്യത്തിലും കിരണിന്റെ കല്യാണിന്റെയും കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടാണ് രാഹുൽ ഉറങ്ങാൻ കിടക്കണേ. പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ രാഹുല് നേരെ രൂപയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ രൂപയുടെ അടുത്ത് ചെന്നപ്പോ രൂപേനെ കണ്ടപ്പം രാഹുൽ ഓർത്തു, ഇവളെന്താ തന്നെ ഇങ്ങനെ നോക്കണേ, രൂപയ്ക്കാണ് വല്ലാത്തൊരു ടെൻഷൻ, ഇങ്ങനെ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് കയറി വന്നെന്നുള്ള രീതിയിലാ രാഹുലിനെ നോക്കണേ. പെട്ടെന്ന് രൂപ ചോദിച്ചു, അല്ല ഏട്ടനെ കണ്ട് കുറെ നാളായാലും എന്ത് പറ്റിയെന്ന് ചോദിക്കുക കാണായിരുന്നേ. എന്ത് പറയാനാ, വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റണ്ടേന്ന് ചോദിക്കുക. ഈ സമയത്ത് രൂപ പറഞ്ഞു, ബാ ഏട്ടാന്ന് പറഞ്ഞ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോവാണ്. അല്ല എന്ത് പറ്റി ഏട്ടൻ പതിവില്ലാതെ ഇങ്ങോട്ട്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ. അല്ല കിരണിന്റെയും കല്യാണിന്റെയും കാര്യത്തില് എത്രയും പെടുന്നൊരു തീരുമാനം എടുക്കണമെന്ന് പറയാം. അല്ല അതെന്താട്ടാ അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞേ? അല്ല നീ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിരണിന്റെ ജീവിതത്തിന് കല്യാണിനെ ഒഴിവാക്കിയിട്ട് സരുവിനെ അവിടെ കൊണ്ടുവരണമെന്ന്. അപ്പൊ അതിനുള്ള സമയമൊക്കെ ഏകദേശം ആയെന്ന് തോന്നേ. അല്ല നീ ആ ചന്ദ്രസേന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തെന്ന് ചോദിക്കുക. അതെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെയാണെങ്കിലും മക്കളൊക്കെ എന്നോട് ചോദിച്ചു തുടങ്ങി, അമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായെന്ന്. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാവും, അതൊരു കാരണവശാലും പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് എടിപടിയുന്ന ഒരു തീരുമാനം ഒന്നും എടുക്കണ്ടെന്ന് വെച്ചാൽ. അതെന്തായാലും ആയിക്കോട്ടെ, അത് നീ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേങ്കില് ഈ കല്യാണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. മിക്കവാറും സരയുവിന്റെ ജീവിതത്തിൽ നിന്ന് മനോഹരം ഉടനെ തന്നെ ഒഴിവായി പൊക്കോളും. ആ സമയത്ത് ആ സ്ഥാനത്തേക്ക് കിരൺ വരണം. അങ്ങനെ നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, നീ അതൊക്കെ മറന്നുപോയെന്ന് ചോദിക്കും. ഞാൻ മറന്നിട്ടൊന്നും ഇല്ല ഏട്ടാന്ന് പറയണം. കല്യാണിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്ന് പറയാം. ഈ സമയം രൂപ മനസ്സിൽ പറയാം, കല്യാണിനെ ഒഴിവാക്കണം പോലും, അടുത്ത ജന്മത്തിലും എന്റെ മോന്റെ ഭാര്യയായിട്ട് അവള് വരണേന്നാ ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരിക്കലും അത് നടക്കാനൊന്നും പോകുന്ന കാര്യമല്ല. എന്റെ ആംഗ്ലയെന്ന് പറഞ്ഞ് ചെറുത്താനെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ലെന്ന് രൂപ മനസ്സിൽ പറയണം. പിന്നീട് രാഹുൽ പറഞ്ഞു, അതെ ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല, അധികം ദിവസമില്ല. അത് മാത്രമല്ല സരയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറയണം. അല്ല കുഞ്ഞിന്റെ കാര്യത്തിലോ? അതൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം. ആദ്യം ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം, കല്യാണിന്റെ കാര്യത്തില്. ഏട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കല്യാണിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്തോളാം. ഇനിയിപ്പം ഒരാഴ്ചയ്ക്ക് അവളിവിടെ കാണത്തില്ലെന്ന് പറയണം. ഒരാഴ്ചയ്ക്ക് കാണത്തില്ല എന്താ? അല്ല അവൾക്ക് എന്തോ കോമ്പറ്റീഷൻ എന്താണ്ടുണ്ട്, അനുമോദന ചടങ്ങുകളൊക്കെ ഉണ്ട്, അതിനു വേണ്ടി അവള് പോവാന്ന് പറയണം. കൊള്ളാലോ, ഒരാഴ്ച അവളിവിടെ ഇല്ല, ആ സമയം തന്നെ ധാരാളം മതി പണി കൊടുക്കാനായിട്ട്. ഈ സമയം രാഹുലിന്റെ ആലോചന കണ്ടപ്പോ രൂപ പെട്ടെന്ന് ചോദിച്ചാൽ, എന്തായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയാം. രൂപയ്ക്ക് മനസ്സിലായി എന്തോ കുതന്ത്രമാണല്ലോ ആലോചിക്കുന്നതെന്നുള്ള കാര്യം. പിന്നീട് പറഞ്ഞു, അവൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. അല്ല അവൾ തന്നെയാണ് പോന്നേ? തന്നെ പോകാനേ വഴിയുള്ളൂ, കാരണം കല്ലുമോനുള്ളതുകൊണ്ട് കിരൺ പോകത്തില്ലെന്ന് പറയണം. ഈ സമയം രൂപ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഏട്ടന് വേണ്ടി ചായ എടുക്കാന്ന് പറയണം. ശരി, പക്ഷേങ്കിലേ ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് രൂപ പോകാൻ തുടങ്ങിയപ്പോഴത്തേന് രാഹുൽ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എനിക്കാണ് ഇപ്പൊ വീട്ടിൽ നിൽക്കാൻ പോലും തോന്നില്ലെന്ന് പറയാം. അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞേ? ഷാരി എപ്പൊ നോക്കിയാലും എന്നെ കുറ്റപ്പെടുത്താൻ സമയമുള്ളൂ, എപ്പൊ നോക്കിയാലും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടല്ലേ ഇറങ്ങി പോകാനാ തോന്നേ. ഈ സമയം രൂപ മനസ്സിൽ പറഞ്ഞു, എന്റെ ഭഗവാനെ ഇനി ഇങ്ങനെങ്ങാനും ഇങ്ങോട്ട് വരാമെന്നും അങ്ങനെ പറയുമോ? പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് നിന്നാലോ എന്ന് ആലോചിക്കുക.
ഇത് കേട്ട് രൂപ പറഞ്ഞു, അയ്യോ അതെങ്ങനെ ശരിയാവും, ഇവിടെയാണെങ്കിൽ ആ ചന്ദ്രസേനും മക്കളൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന, അതിപ്പോ രാഹുലേട്ടന് ഒരു ബുദ്ധിമുട്ടാവില്ലേന്ന് ചോദിക്കും. ശരിയാ, അതുകൊണ്ട് മാത്രം ഞാൻ വരാത്തേന്ന് പറയണം. അന്നാ ഇരിക്കെ, ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ ഈ ആ സമയം രാവിലെ മനസ്സിൽ പറയും, ഒരാഴ്ച അവൾ ഇവിടെ ഇല്ല, ആ സമയം തന്നെ തനിക്ക് ധാരാളമാ, കല്യാണിനെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു അവസരം തന്നെ ഇത്. അങ്ങനെ രാവിലെ ചില കണക്കൂട്ടലൊക്കെ മനസ്സിൽ നടത്തുവാണ്. പിന്നീട് കാണിക്കുന്ന രാവിലെ മനോഹര ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാം, എല്ലാം കൊണ്ടും അവൾ ഇന്നലെ തന്റെ ഭാര്യ അയക്കുന്നു. തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി. ഈ സമയത്ത് നിഷ അവിടെ ഇല്ലായിരുന്നു. നിഷ കുളിക്കാനൊക്കെ ആയിട്ട് എഴുന്നേറ്റ് പോയേക്കുമായിരുന്നു. അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ നമ്പർ ഇടണം, എങ്കിൽ മാത്രം ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് സരുവിനെ കാണാനായിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴാണ് അങ്ങോട്ട് ഒരു കപ്പിനകത്ത് ചായക്കായിട്ട് നേരെ നിഷ അങ്ങോട്ട് കടന്നു വരുന്നത്. പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യണം, ഒരു കള്ളക്കരച്ചിലും കരയുവാണ്. ഈ കരച്ചിൽ കണ്ട് നിഷ വെച്ചു, എന്ത് പറ്റി ഏട്ടാന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്. ഞാനേ എൻ്റെ മാമനെ കുറിച്ച് ഓർത്താ, എൻ്റെ മാമന്റെ അടക്കം ഇപ്പൊ കഴിഞ്ഞു കാണുമായിരിക്കും, ഞാൻ പോയില്ലല്ലോ, അതുകൊണ്ടുള്ള വിഷമമാന്ന് പറയണം. അയ്യോ അതോ ഓർത്തിട്ടാണോ? ഇതേ ഏട്ടൻ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാം. എന്നാലും ഇന്നലെ മാമനെ മറന്നിട്ടാണല്ലോ ഇന്നലെ ഒന്നായത്. പക്ഷെ എങ്കിൽ ആ സമയത്തൊന്നും ഏട്ടന്റെ മുഖത്ത് ഞാനൊരു വിഷമം കണ്ടില്ലോ എന്ന് പറയും. അത് പിന്നെ മോളെ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയായിരുന്നെന്ന് പറയാം. പക്ഷെ രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് വല്ലാത്ത വിഷമം. രാവിലെ ആണെങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടു, മോൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞ ശേഷം മാമ വന്നിട്ട് എന്നോട് ചോദിക്കുക എന്നെ മറന്നുപോയെന്നൊക്കെ. ഇത് കേട്ടതും നിഷ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാമന്റെ അടക്കം നടക്കുന്നിടത്ത് വരെ പോയാലോ. ഇത് കേട്ടത് മനോഹർ പെട്ടെന്ന് വേണ്ട അങ്ങോട്ട് പോണ്ട. കാരണം എന്താണെന്നറിയാം, അവിടെ ചെന്നാൽ ബന്ധുക്കാരെല്ലാം കാണും. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും മാത്രമേ എന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയത്തുള്ളൂ. ഇനിയിപ്പം ബന്ധുക്കാരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നവും. കാരണം മാമ മരിച്ചു കിടക്കുമ്പോഴാണ് നീ പോയി കല്യാണം കഴിച്ചെന്ന് എല്ലാരും ചോദിക്കും. അത് വേണോന്ന് ചോദിക്കോ. അത് ശരിയാ, അത് വേണ്ട. ദേ ഞാനേ രോഹിയേട്ടന്റെ എന്ത് തീരുമാനത്തിനോടൊപ്പം രോഹിയേട്ടനോടൊപ്പം ഉണ്ടാകൂട്ടോ, കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും പ്രശ്നമില്ല എന്ന് പറയണേ. എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗമൊക്കെ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് രോഹിയേട്ടൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അനുസരിക്കുള്ളൂ എന്ന് പറയാം. പെട്ടെന്നാണ് മനോഹറിന്റെ ഫോൺ ബില്ലടിച്ച് നോക്കിയപ്പോ സരയോ. ദൈവമേ ഭഗവാനെ പെട്ടല്ലോ. അത് മോളു അതേ ബന്ധുക്കാർ ഓരോരുത്തരായിട്ട് വിളിച്ചു തുടങ്ങി. ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് മനോഹർ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇവൾ എന്തിനാ ഈ സമയത്ത് വിളിച്ചേ? എന്റെ ദൈവം ഇവളെ കൊണ്ട് ഒരു പൊറുതിയില്ലോ മനുഷ്യന്. അങ്ങനെ സരയെ വിളിച്ചിരിച്ചു, മനുവേട്ടൻ എവിടെയാ? മോളു ഞാൻ തിരക്കിലായിപ്പോയി, ഇന്നലെയും വിളിച്ചില്ലല്ലോ. ദേ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്നോട്ട് പറയുക. മോള് സങ്കടപ്പെടല്ലേ, ഞാൻ അങ്ങോട്ട് ഓടി വരില്ലേ, എന്റെ തിരക്ക് മോളിന് അറിയാവുന്ന കാര്യല്ലേ, മോള് വിഷമിക്കാതിരിക്കാൻ പറയണം. ഈ സമയം സരയെ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകാൻ മനുവേട്ടാന്ന് പറയണം. അമേരിക്കയ്ക്ക് അതെന്ത് പറ്റി മോളു? അതെ അവിടെ പോവാണെങ്കിൽ എനിക്ക് എന്റെ മനുവേട്ടനെ സ്വന്തമായിട്ട് കിട്ടുമല്ലോ, എനിക്ക് ഇവിടെ നിൽക്കണം തന്നെ തോന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോകാന്ന് പറയാം. മോളു ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞല്ലേ, പെട്ടെന്ന് അങ്ങനെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ ആണെങ്കിൽ ആകെപ്പാട് ഉരുളുപൊട്ടലും പ്രശ്നങ്ങളും മഴവെള്ളം പാച്ചിലും ഒക്കെയാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കേട്ടാൽ മനോഹർ പറഞ്ഞു, അതെ അവിടെയുണ്ട് മോളു, മഞ്ഞും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഭയങ്കര മഞ്ഞായിരിക്കും എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എന്നാലും അമേരിക്ക ഇഷ്ടമെന്ന് പറയാം. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, മോളിന്റെ ഇഷ്ടം അങ്ങനെയാണ്, അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോളുടെ വയറ്റിൽ കിടങ്ങുന്ന കുഞ്ഞൊന്ന് പുറത്ത് വന്നാട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. അതെ മനുവേട്ടൻ പെട്ടെന്ന് പറഞ്ഞോട്ടോ, എനിക്ക് മനുവേട്ടൻ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമ. മനുവേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എന്തും മഞ്ഞും മഴയാണല്ലോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. ശരി മോള് വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയാണ്. ഈ സമയത്ത് നിഷ ചായ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇതെന്താ രോഹിയേട്ട ചായ കുടിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? ഞാൻ പറഞ്ഞല്ലോ അതെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററെ വിളിച്ചേന്ന് പറയാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ. അതെ ഒരു കാര്യം ചെയ്യുക, രോഹിയേട്ടൻ ഈ ചായ കുടിക്കാൻ പറയണം. അല്ല മോള് ചായക്കകത്ത് പിന്നെ മസാലയൊക്കെ ഇട്ടായിരുന്നു. മസാല? അതെ എനിക്ക് മസാല ചായ കുടിക്കുന്ന ഇഷ്ടം. അയ്യോ രോഹിയേട്ടാ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. ശരി നാളെ മുതലായിട്ടാ ഞാൻ മസാലയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി തരാന്ന് പറയണേ. പിന്നെ അല്ല രോഹിയേട്ട രാവിലെ എന്താ കഴിക്കുന്നത്? മോളിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കോ. അയ്യോ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്നൊരു കാര്യം ചെയ്താൽ മതി, അടുക്കളകൾ അവരോട് പറഞ്ഞാൽ മതി, അവരുണ്ടാക്കും. ഇനി മോളിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താന്ന് വെച്ചാൽ അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാന്ന് പറയാണ്. അത് മതിയില്ല എനിക്ക്, അത് മതി. എന്നാൽ മോളൊരു കാര്യം ചെയ്യും, നമുക്ക് പുറത്തൊന്ന് പോകണ്ടേന്ന് ചോദിക്കും. പുറത്ത് പോകണം, കാരണം എനിക്കാണ് രോഹിയുടെ കൂടെ എവിടെയെങ്കിലും പുറത്തിറങ്ങാൻ തന്നെ കൊതിയാന്ന് പറയാം. നമുക്ക് ബൈക്കിന് പോയാൽ പോലെ നിൽക്കും. ബൈക്കിനോ? അതെന്താ? അല്ല കല്യാണം കഴിഞ്ഞ യുവമിഥുനങ്ങളൊക്കെ ബൈക്കിൽ എങ്ങനെ കെട്ടിപ്പിടിച്ചേക്കല്ലേ പോണേ, കാരണം പോകേണ്ട ആവശ്യമുണ്ടോന്ന് നിൽക്കും. അത് ശരിയാണ്, ഇനി രോഹിയേട്ടന്റെ ഇഷ്ടമല്ലേ, രോഹിയേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ. എന്നാ പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം മനോഹർ മനസ്സിൽ പറയും, സരയുവിന്റെ പറ്റിയ അവളെ എനിക്ക് ഇവിടെ പറ്റില്ല, ഇവളുടെ പേരിലുള്ള വസ്തുവകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ പേരിലേക്ക് മാറ്റണം.
എന്നിട്ട് വേണം ഇവിടുന്ന് മുങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമൊക്കെ മനോഹർ എടുക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.